കണ്ണൂർ കല്യാട് നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. 200 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ആയുർവേദത്തെ ഉപയോഗപ്പെടുത്തുന്നതടക്കം ഗവേഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു റിസർച്ച് സെൻറ്റർ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിസർച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനം ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് വേഗത്തിലാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പം 100 കിടക്കകൾ, റിസർച്ച് സെൻറ്റർ, അതേപോലെ മ്യൂസിയം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ആയുർവേദ മരുന്നുകളുടെ ഉൽപ്പാദനവും ഇവിടെ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളും പ്രത്യേകിച്ച് മട്ടന്നൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം ഇതിൻ്റെ ഭാഗമായി വരുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ക്യാൻസർ, ഏജിംഗ് എന്നിവയിലെ ഗവേഷണത്തിനും അനുബന്ധ രോഗീ പരിചരണത്തിനും മുൻഗണന നൽകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണവും ഉണ്ടാകും. കിഫ്ബി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ ബജറ്റിതര ധനാഗമ മാർഗമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആയുർവേദ പഠനം, അതിൻ്റെ താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണം, അതുപോലെ 100 കിടക്കകളുള്ള ആശുപത്രി, തുടർന്നുള്ള പഠനങ്ങൾ, പുതിയ തലമുറയെ എങ്ങനെ ആരോഗ്യ ദൃഢഗാത്രരായിട്ട് വളർത്താം എന്ന ഒരു ഗവേഷണമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. രണ്ടാമത് ക്യാൻസറാണ്. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തെ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം, അതിന് മലബാർ ക്യാൻസർ സെൻറ്റർ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിരവധി സ്ഥാപനങ്ങൾ ക്യാൻസറിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇവിടത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവികസിതമായി കിടന്ന ഒരു പഞ്ചായത്തിൽ അത്ഭുതകരമായ മാറ്റം, കണ്ണ് ചിമ്മി തുറക്കുമ്പോഴുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മാറ്റമാണ് കിഫ്ബി നമുക്കിവിടെ കൊണ്ടുവന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദിക് ബയോളജി ആൻഡ് ട്രാൻസ്ലേഷണൽ ആയുർവേദ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് നാച്ചുറൽ പ്രൊഡക്ട്സ് തുടങ്ങിയ 10ഓളം വിഭാഗങ്ങൾ IRIA യിൽ പ്രവർത്തിക്കും. ന്യൂസ് മലയാളം, കണ്ണൂർ.